എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗോഡസ് ടാരോയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി, അതല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, ആ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടോ എന്നുള്ളൊരു റീഡിംഗ് ആണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് എത്തുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് വാലിഡാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജിയുമായിട്ട് മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ്ങിൻ്റെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആകാനായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് ഈ റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് നോക്കാം, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി, അതിപ്പോൾ ഏത് ദൈവമാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തി നിങ്ങളോടൊപ്പം ഉണ്ടോ? നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് ഇപ്പോൾ ആ ഒരു ശക്തി എന്തെങ്കിലും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. പോസിറ്റീവായിട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ എന്തെങ്കിലും തരത്തിലുള്ള വിഷമമോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വിഷമത്തിന് എന്ത് ആൻസറാണ്, എന്തെങ്കിലും സൊല്യൂഷനുണ്ടോ എന്നുള്ള ഒരു നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയോട് ചോദിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് ഈ ഒരു റീഡിങ്ങിലൂടെ തരാമോ എന്നുള്ള ഒരു റിക്വസ്റ്റ് നിങ്ങൾ അതോടുകൂടി, ആ ഒരു റിക്വസ്റ്റോട് കൂടിയിട്ട് ഈ ഒരു റീഡിങ് കാണുന്നതും നല്ലതായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇഷ്ടദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ആ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഇപ്പോഴും ഉണ്ടോ? ജസ്റ്റിസ് കാർഡാണ് ആദ്യം വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, വളരെ പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്, ദൈവത്തിൻ്റെ നീതി, ന്യായം നിങ്ങളോടൊപ്പമുണ്ട്. ഓക്കെ, ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. വളരെ ഡിവൈനായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ്. നിങ്ങളിപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക, താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. വളരെ ആ ഒരു പോസിറ്റീവ് എനർജി ഇപ്പോഴും തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ക്ലെയിം ചെയ്തോളൂ. ഓക്കെ, ബാക്കി കാർഡ്സ് കൂടെ നോക്കാം. യെസ്, ടെമ്പറൻസ്. കുറച്ച് പേർക്ക് ഇവിടെ വളരെ ഇമോഷണൽ പെയിൻ അനുഭവിക്കുന്നുണ്ട്. അവരെ കാണിക്കുന്നതാണ് ഈ ഒരു 10 ഓഫ് സോഡിൻ്റെ എനർജി. വിഷമിക്കേണ്ട, നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ ലഭിക്കും. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതെ, നിങ്ങൾ അനുഭവിക്കേണ്ട കുറച്ച് കർമ്മ, നിങ്ങളുടെ കർമ്മ ക്ലിയർ ചെയ്യുന്നതാണ് കേട്ടോ. ഈ നിങ്ങളുടെ ഒരു പരീക്ഷണ കാലഘട്ടം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. യെസ്, 2 ഓഫ് പെൻറ്റക്കിൾ ആണ്. കുറച്ച് പേര് കൺഫ്യൂഷനിലും ഒക്കെ നിൽക്കുന്നുണ്ട്. മജീഷ്യൻ, വാവ്. ഇത് കാണിക്കുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് പേരും ഇവിടെ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള, പ്രാർത്ഥിക്കുന്ന, മാനിഫെസ്റ്റ് ചെയ്യുന്ന, ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന വ്യക്തികളാണ് ഈ ഒരു റീഡിംഗ് ഇപ്പോൾ കാണുന്നത്. ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു കാർഡ് കൂടി നോക്കാം. യെസ്, ഇവിടെ വന്നിരിക്കുന്ന ഹെർമിറ്റ്, ഹെയർഫൻ കാർഡാണ്. ടോപ്പ് ഓഫ് ദി ഡിക്ക് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് കപ്സ് ആണ്. അപ്പോൾ കാർഡ്സ് എല്ലാം കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ വന്നിട്ടുള്ള കാർഡ് ജസ്റ്റിസ് കാർഡാണ്. നമ്മൾ എന്ത് ചോദിച്ചിട്ടാണ് ഈ ഒരു റീഡിങ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ തുടങ്ങിയതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലേ? ആദ്യം തന്നെ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഡയറക്റ്റായിട്ട് ഇവിടെ മറുപടി തന്നിരിക്കുകയാണ് ജസ്റ്റിസ് കാർഡിലൂടെ. യെസ്, തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്കൊരു ന്യായം വിധിച്ചിട്ടുണ്ട്, ദൈവം വിധിച്ചിട്ടുണ്ട്. ആ ഒരു ന്യായത്തിനായിട്ട് നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം വാളെടുക്കും എന്നുള്ളതാണ്. ചിലരുടെ
ചിലരുടെ കാര്യം മാത്രമാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് അത് ഇൻറ്റ്യൂട്ടീവ്ലി വന്നതാണ്, എൻ്റെ വായിൽ ആ ഒരു വാക്ക് വന്നതാണ്. അപ്പോൾ ചിലർക്ക് വേണ്ടിയിട്ട് ദൈവം ആക്ഷൻ എടുക്കുന്നുണ്ട്. അതായത് വാളെടുക്കും മീൻസ് വാളെടുക്കും എന്നിവിടെ അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് ന്യായത്തിനൊപ്പം നിൽക്കുന്നു, നീതിക്കൊപ്പം നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്ത് എന്തോ ഒരു ശരിയുണ്ട് എന്നുള്ളത് ദൈവത്തിന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ആ ഒരു നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം നിലകൊള്ളും, നിങ്ങളെ ഗൈഡ് ചെയ്യും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് പേരും 10 ഓഫ് സോഡിൻ്റെ എനർജി, പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ബന്ധങ്ങളിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ട്. അതായത് ചില മുറിവുകൾ, ഒരു ഉണങ്ങാതെ കിടക്കുന്ന മുറിവ് നിങ്ങളുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികൾ തകർന്നടിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ, അതായത് ഇനി ഒരു പ്രതീക്ഷയും ഇല്ലാതെ നിലം പൊത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഈ ഒരു റീഡിങ് കാണുന്നുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കരുത്. കാരണം നിങ്ങൾക്ക് ന്യായം നടപ്പിലാക്കാൻ, നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങളെ ഹീൽ ചെയ്ത് പുതിയൊരു വ്യക്തിയാക്കി എടുക്കാനായിട്ട് ദൈവം നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ തന്നെ ആ ഒരു ഡിവൈൻ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരുപാട് പേരും എന്തൊക്കെയോ ലോസ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ട വ്യക്തികളുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ നിങ്ങൾ വളരെ ക്രൈസിസിലൂടെ, വളരെ ഒരു വിഷമഘട്ടത്തിലൂടെ ഇപ്പം നടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ, കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികൾ ചില തോൽവികൾ സംഭവിച്ച് നിൽക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ ജീവിതത്തിൽ ചില തോൽവികൾ അവർ ഫേസ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് വിഷമിച്ച് മുറിവേറ്റ് നിൽക്കുന്ന മനുഷ്യർ ഈ ഒരു റീഡിങ് കാണുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്കൊരു ഡിവൈൻ സപ്പോർട്ടായിട്ട്, ഒരു ഗാർഡിയൻ ഏഞ്ചലായിട്ട്, ഈ ഒരു കാർഡ് കണ്ടാൽ തന്നെ അറിയാം, ഒരു ഏഞ്ചലാണ്, ഒരു മാലാഖയാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. ആ ഒരു ഗാർഡിയൻ ഏഞ്ചലായിട്ട് നിങ്ങളോടൊപ്പം ദൈവം നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ രീതിയിലും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ, നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന്, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ നിന്ന് ആ ഒരു പ്രൊട്ടക്ഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ മജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു മജീഷ്യൻ കാർഡ് തന്നെ കാണിക്കുന്നത് ഇവിടെ ആക്ഷൻ എടുക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്, ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സൂപ്പർ പവർ, ഇവിടെ ദൈവത്തിൻ്റെ ഒരു സൂപ്പർ പവർ നിങ്ങളുടെ മുകളിലുണ്ട്. ഓക്കെ, ഈ ഒരു കാർഡ് കണ്ടാലും അറിയാം, ഇൻഫിനിറ്റി ആണ്. അതായത് പരിധികളില്ലാതെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളോടൊപ്പം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേരും ഇവിടെ ഹെയറോഫൻ കാർഡും മജീഷ്യൻ കാർഡും വന്നിട്ടുണ്ട്. ഒരുപാട് പേരും വളരെ സ്പിരിച്വലായിട്ട് പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ ഒരുപാട് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥനയിലും വിശ്വാസത്തിലുമൊക്കെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനുമൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റിസൾട്ട് ഉണ്ടാകും. ഇവിടെ ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കാർഡ് കണ്ടാൽ തന്നെ അറിയാം, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ദൈവം. ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. ആ ഒരു പ്രൊട്ടക്ഷനും സ്നേഹവും എല്ലാം നിങ്ങളെ ഈ ഒരു കപ്പ് കണ്ടാലും അറിയാം, അത്രയും സ്നേഹം നിങ്ങളോട്, ദൈവത്തിൽ നിന്ന് ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബ്ലെസ്സിങ്, ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും അഗെയിൻ ഈ ഒരു കാർഡിലും ഏഞ്ചലാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാർഡ്സിൻ്റെ പ്രസൻസിലും ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് കൂടുതലും ഏഞ്ചലിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ബന്ധങ്ങളിലാണെങ്കിലും നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടാണെങ്കിലും എന്ത് കാര്യത്തിലാണോ നിങ്ങളിപ്പോൾ വിഷമിക്കുന്നത്, ആ ഒരു കാര്യത്തിൽ ഡിവൈൻ സപ്പോർട്ടും ഡിവൈൻ്റെ ഒരു സ്നേഹവും എല്ലാം നിങ്ങളുടെ മുകളിലുണ്ട് എന്നുള്ളതാണ്. വളരെ ലവബിൾ എനർജിയാണ് ദൈവത്തിൽ നിന്ന്. ഇപ്പോൾ വളരെയധികം സ്നേഹവും പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ദൈവം കൂടുതൽ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം, അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ലഭിച്ചപ്പോൾ നിങ്ങൾ ഒരുപാട് പേരും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നുപോയി അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ 10ൻ്റെ എനർജിയാണ്.
10 എന്ന് പറയുന്നത് ഒരു കംപ്ലീഷനാണ്. അതായത് നിങ്ങളുടെ ഒരു കർമ്മ നിങ്ങളിവിടെ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങളുടെ ഒരു കർമ്മ നിങ്ങൾ അത് ഫേസ് ചെയ്ത് അതിൻ്റെ ഒരു എൻഡ് സ്റ്റേജിൽ, അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ നിങ്ങൾ എത്തി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു 10ന് ശേഷം എന്ന് പറയുന്നത് കംപ്ലീഷൻ്റെ സ്റ്റേജാണ്. അതായത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടുള്ള ഒരു സ്റ്റേജാണിത്. നിങ്ങളുടെ ഒരു ബാഡ് കർമ്മ ഇവിടെ എൻഡായി നിങ്ങൾക്ക് ഒരു ഭാഗ്യ കാലഘട്ടം തുടങ്ങാൻ പോകുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള വിഷമകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത്. അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു കർമ്മ നിങ്ങൾ ഫേസ് ചെയ്ത് അതിൻ്റെ ഒരു എൻഡ് സ്റ്റേജാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നിങ്ങളുടെ നല്ല സമയം തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ ഹീൽ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. നിങ്ങളെ ഇപ്പോൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിഷമങ്ങളെയൊക്കെ ഹീൽ ചെയ്ത് നിങ്ങളെ ഒരു നിങ്ങളിൽ കൂടുതൽ പേഷ്യൻസ്, ക്ഷമ കൂടുതൽ, അതുപോലെ നിങ്ങളെ കൂടുതൽ ക്ഷമ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇവിടെ ദൈവം നിങ്ങളെ കൂടുതൽ ക്ഷമ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികൾ നിങ്ങളുടെ പർപ്പസ് അറിയാതെ, നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യം അറിയാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വാല്യൂ കൊടുക്കാതിരുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങളൊന്നും വാല്യുബിളായിട്ട് കണ്ടിരുന്നില്ല. അപ്പോൾ ആ കാര്യങ്ങളെ കൂടുതൽ വാല്യൂയോടുകൂടി കാണാനായിട്ടും അതിന് കൂടുതൽ ഇമ്പോർട്ടൻസും കൂടുതൽ അതിൻ്റെ മഹത്വം നിങ്ങളെ തിരിച്ചറിയാനുമുള്ള ഒരു സമയം, അതിൽ നിങ്ങൾക്കൊരു തിരിച്ചറിവ് തരാൻ വേണ്ടി കൂടി ഇങ്ങനെയൊരു കർമ്മ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാഡ് കർമ്മ അല്ലെങ്കിൽ ആ ഒരു വിഷമ കാലഘട്ടമൊക്കെ മാറി നിങ്ങൾക്കൊരു ഗുഡ് ഫോർച്യൂൺ വരികയാണ്. നല്ലൊരു സമയം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് നിങ്ങളുടെ ഒരു കാലചക്രം തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഒരു പുതിയൊരു വിധി നിങ്ങൾക്ക് വേണ്ടി എഴുതപ്പെടുകയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പേരും കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ്, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ചില സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ പല തീരുമാനങ്ങളും എടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ പവറിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ, ആ ഒരു പവറിൽ, ആ ഒരു ശക്തിയിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ആ ദൈവത്തിന് പരിപൂർണമായിട്ടും ആ ഒരു കാര്യം ദൈവത്തിൻ്റെ മുന്നിൽ പറഞ്ഞ് സമർപ്പിക്കുക. തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്കൊരു വിൽ പവറും അതിന് വേണ്ടിയിട്ടുള്ളൊരു ശക്തിയും ദൈവത്തിൽ നിന്ന് തന്നെ നേരിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ തന്നെ ഈ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിന്ന് മാറി മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ഒരുമിച്ച് ബാലൻസ് ചെയ്യാൻ കൊണ്ടുപോകുന്ന രീതിയിൽ നിങ്ങളെ ആക്കുന്ന, അതായത് ഇവിടെ ഒരു മജീഷ്യൻ പവറിലേക്ക് നിങ്ങൾ വരുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകാനും അതിനകത്തെല്ലാം നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നേറി പോകാനും വിജയിച്ച് മുന്നേറി പോകാനുമുള്ള ഒരു എനർജിയിലേക്ക് ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇവിടെ ഹെയർഫിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. പുതിയ കാര്യങ്ങൾക്ക് തുടക്കമിടാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുമൊക്കെ ദൈവത്തിൽ പരിപൂർണമായിട്ടും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൽ ഈ ഒരു ശക്തിയിൽ ട്രസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങളോടൊപ്പം ഈ രണ്ട് കാർഡ്സും കാണിക്കുന്നത് ഡിവൈൻ സപ്പോർട്ടാണ്. ഈ ഒരു ഏഞ്ചൽ കാർഡ് രണ്ടിലും ഏഞ്ചൽസ് കാണിക്കുന്നത് നിങ്ങളോടൊപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി കൂടെ തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു ശക്തിയിൽ വിശ്വസിക്കുക. നിങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളിപ്പം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വർക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് കൂടുതൽ പുരോഗമനം കൊണ്ടുതരുന്നതാണ്. അത് നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ സമാധാനവും നന്മകളും കൊണ്ടുതരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. ജസ്റ്റിസ് കാർഡാണ്. ലവേഴ്സും ജസ്റ്റിസും ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ തന്നെ ദൈവവുമായിട്ട് നിങ്ങൾ അലൈൻഡ് ആണ്. ടോപ്പ് ഓഫ് ദി ഡെക്ക് നോക്കിയാലും അറിയാം, ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് കാമായിട്ടും മെച്ചുവേർഡായിട്ടും മാറാൻ പോവുകയാണ്. നിങ്ങളെ ഒത്തിരി മെച്ചുവേർഡാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കൂടി ദൈവം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഹീലിംഗ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമോഷണലി നിങ്ങളെ സ്റ്റേബിൾ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ ഒരുപാട് പേർക്കും ഇൻറ്റ്യൂഷൻ വളരെ ഹൈ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഏഞ്ചലിനെ പോലെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തന്നുകൊണ്ട്, നിങ്ങൾക്ക് സപ്പോർട്ട് തന്നുകൊണ്ട്, നിങ്ങളോടൊപ്പം എപ്പോഴും ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി നിങ്ങളോടൊപ്പം ഉള്ളതായിട്ടാണ് പറയുന്നത്. ഗാർഡിയൻ ഏഞ്ചലിനെ പോലെ നിങ്ങളെ സംരക്ഷിച്ച് കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ്ങിലെ പോസിറ്റീവ് എനർജി താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്ത് നിങ്ങൾ ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുക. അപ്പോൾ കൂടുതൽ റീഡിങ്ങിനായിട്ട് ഗോഡസ് ടാരോ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.